നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാത്തിരിക്കുകയല്ലേ, രാത്രി 12:30 ആ തീപ്പൊരി പോരാട്ടം FC ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ മെട്രോപൊളിറ്റോയിൽ ഏറ്റുമുട്ടുകയാണ്. ആദ്യപാദം 2-0 തോറ്റതുകൊണ്ട് ബാഴ്സയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. തിരികെ വരണം. ഇപ്പോഴേ ഓൾറെഡി കോൺട്രവേഴ്സി ഉണ്ട്. പുല്ല് ശരിയല്ല, പിച്ച് ശരിയല്ല എന്ന് ബാഴ്സലോണ യുവേഫക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡ് ഇത് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, യാതൊരു പ്രശ്നവുമില്ല, യുവേഫയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പിച്ചാണിത് എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡും ബാധിക്കുന്നു. ഏതായാലും ഇപ്പോൾ യുവേഫ ബാഴ്സയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് പുല്ല് കൃത്യമായിട്ട് നിരീക്ഷിക്കും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും മത്സരത്തിന് മുമ്പ് റെഡിയാക്കും എന്ന് യുവേഫയുടെ ഉറപ്പും കൊടുത്തിട്ടുണ്ട്. അതൊരു ഭാഗത്തും അങ്ങനെ നടക്കവേ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഡിയേഗോ സിമിയോണി, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കോച്ച്, FC ബാഴ്സലോണയെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾക്കറിയാം എതിരാളികൾ ആരാണ് എന്നുള്ളത്, ഏത് തരത്തിലുള്ള ടീമിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായ ധാരണയുണ്ട്. അവരെത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് ഞങ്ങൾക്കറിയാം. ബട്ട് ഞങ്ങളും ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിൽ വളരെ അവെയറാണ്. സോ നല്ലൊരു പോരാട്ടം നടക്കും എന്ന് ഡിയേഗോ സിമിയോണി ഉറപ്പിച്ചു പറയുന്ന കാഴ്ച. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് അവരുടെ കോച്ചും ഒരു കാര്യം പറയുന്നുണ്ട്: നല്ലൊരു പോരാട്ടം ഞങ്ങൾ നടത്തും, തിരിച്ചുവരവ് പോസിബിളാണ്, വൈ നോട്ട്. ഒബ്വിയസ്ലി ഞങ്ങൾ അത്ലറ്റിയെ പോലുള്ള ശക്തമായ സ്ക്വാഡിനെതിരെയാണ് കളിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്ട്രോങ് പെർഫോമൻസ് ഞങ്ങൾ പുറത്തെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് തിരികെ വരാൻ പറ്റും. 90 മിനിറ്റോ അതിനപ്പുറത്തേക്കോ ഉള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മത്സരമായിരിക്കും ഇത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവരെ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത്ലറ്റി വളരെ മികച്ച ടീമാണ്. തീർച്ചയായിട്ടും അവർക്കെതിരെ നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യണം, ഓപ്പൺ ഡിഫെൻഡ് ചെയ്യുകയും വേണം. ഫോർ അസ് ദി കണക്ഷൻ ബിറ്റ്വീൻ ദി പ്ലെയേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ ഒരു ഡിഫെൻസിൽ ഒരു യൂണിറ്റ് എന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ അറ്റാക്ക് ചെയ്യുകയും വേണം. ഇതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് ഹൻസി ഫ്ലിക്കും പറയുന്നു. അപ്പോൾ ഇന്നൊരു നല്ല പോരാട്ടത്തിന് രണ്ട് കോച്ചുമാരും ഒരുങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അതേസമയം ഈ രണ്ട് ടീമുകളുടെയും ഫോം ഗൈഡ് ഒന്ന് എടുത്ത് നോക്കിയാൽ കാര്യം വളരെ വ്യക്തമാണ്. ബാഴ്സലോണക്കാണ് നിലവിൽ നല്ല ഒരു ഫോം ഉള്ളത് എന്ന് പറഞ്ഞാൽ അവസാനമായി കളിച്ച 5 കളികളിൽ ബാഴ്സ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് ഈ ഒരു കളി പൊട്ടിയതല്ലാതെ മറ്റെല്ലാ കളിയും വിജയിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സക്കെതിരെ ജയിച്ച ഈ ഒരു കളിയല്ലാതെ മറ്റെല്ലാ കളിയും പൊട്ടിയിട്ടാണ് വരുന്നത്. സോ ഇന്നെന്ത് നടക്കും എന്നുള്ളത് കണ്ടറിയണം. രണ്ട് ടീമിൻ്റെയും ഹെഡ് ടു ഹെഡിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ പക്ഷേ ബാഴ്സക്ക് അത്ര ശുഭകരമായിട്ടുള്ളൊരു കണക്കല്ല യുവേഫ ചാമ്പ്യൻസ് ലീഗിലുള്ളത്. UCL ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്ന വിവരപ്രകാരം ഈ രണ്ട് ടീമുകൾ 5 തവണ ഏറ്റുമുട്ടിയതിലും 3 തവണയും വിജയിച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡാണ്. ഒരു സമനില, ഒരു കളി ബാഴ്സലോണ ജയിച്ചു. സോ അത്ലറ്റിക്കോ മാഡ്രിഡ് 7 ഗോളുകൾ ബാഴ്സയുടെ വലയിലേക്ക് അടിച്ചപ്പോൾ തിരികെ 3 ഗോളുകളാണ് ബാഴ്സ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ വലയിലേക്ക് അടിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ആധിപത്യം ഈ കാര്യത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് തന്നെയാണ്. ഏതായാലും റാഫീഞ്ഞയെ പോലെയുള്ള സൂപ്പർ താരങ്ങളെ ബാഴ്സലോണ മിസ് ചെയ്യും. എങ്കിലും മികച്ച പ്രകടനം നടത്തി അവർ വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ്. സമയം മറക്കണ്ട, രാത്രി ഇന്ത്യൻ സമയം 12:30. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.